Find zx and zy if z equal to 1 by x plus y at the point minus 1, 4. Z equal to 1 by x plus y and we have to find zx. Zx means dou by dou x of 1 by x plus y. With respect to x ആണ് different. ഇത്രയും നേരം നമ്മൾ ചെയ്ത പ്രോബ്ലംസിലൊക്കെ എക്സും വൈയും പ്രോഡക്റ്റ് വരുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഇവിടെ കോഷ്യൻ റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കോഷ്യൻ റൂൾ എന്താ, നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. യു ബൈ വി ഡാഷ് ഓർ ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. സെയിം വേ ഇവിടെ എന്താ ഡാഷ് ഓർ ഡെറിവേറ്റീവ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് യു. അവിടെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു. എഫ് ഓഫ് എക്സിന്റെ കേസ് അല്ലെങ്കിൽ യു ഓഫ് എക്സ് വി ഓഫ് എക്സ് അങ്ങനെ ഒരു കേസാണ് പഠിച്ചത്. ഇവിടെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് യു ബൈ വി, ഇവിടെ യു ഈക്വൽ ടു 1 ആൻഡ് വി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. Denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square. So here we denominator x plus y into derivative of numerator with respect to x, that is dou by dou x of 1 minus numerator into 1 into derivative of denominator, that is dou by dou x of x plus y divided by denominator square, that is x plus y square, that is equal to x plus y into dou by dou x of 1, that is derivative of 1 with respect to x, that is 0. Derivative of a constant with respect to any variable is 0. Minus 1 into dou by dou x of x plus y. That is clear. And dou by dou x of x plus y is 1 plus 0. 1 plus 0 is 1. Divided by x plus y whole square. That is minus 1 by x plus y whole square. ഇതാണ് zx വരുന്നത്. ഇത് കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട്. ഈ കോഷ്യൻ റൂൾ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കറിയുന്ന റിസൾട്ടൊക്കെ യൂസ് ചെയ്തിട്ട്. അത് ഞാൻ അടുത്തതിൻ്റെ വെച്ച് പറഞ്ഞതാണ്. zy ആണ്. ഓക്കെ, zy എങ്ങനെയാണെന്ന് നോക്കാം. zy, what is zy equal to dou by dou y of z, that is 1 by x plus y. നമ്മൾ ഇത് നോക്കിയത് പ്രോഡക്റ്റ് 1 by x plus y ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആണ്, ഡെറിവേറ്റീവ് ആണ്. 1 by x or 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by x is x raised to minus 1 ആണ്. x raised to minus 1 ന്റെ ഡെറിവേറ്റീവ് n x raised to n minus 1. minus 1 into x raised to minus 1 minus 1, that is minus 2. That is minus 1 by x square. 1 by x ന്റെ ഡെറിവേറ്റീവ് minus 1 by x square ആണ്. അതേപോലെ നോക്കൂ, dou by dou y of 1 by x plus y. Derivative of 1 by x plus y with respect to y എന്താവും? minus 1 by x plus y square. അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം x plus y എന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഫോം. ജസ്റ്റ് 1 by y ആണെങ്കിൽ നമ്മൾ minus 1 by y square എഴുതാൽ മതി. ഇവിടെ 1 by x plus y ആയിട്ട് minus 1 by x plus y whole square into derivative of, that is dou by dou y of x plus y വേണം. dou by dou y of x plus y എന്തുവരും? minus 1 by x plus y whole square into dou by dou y of x plus y എന്ന് പറയുന്നത് എന്താ? with respect to y ആവുമ്പോൾ 0 plus 1. 0 plus 1 is 1, that is minus 1 by x plus y whole square. സെയിം തന്നെയാണ് zx-ഉം zy-യും വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 where z equal to e raised to x sin y plus e raised to y cos x, and this relation, this is called dou square z by dou x square plus dou square z by dou y square is called Laplace equation. നമ്മളത് പിന്നെ പഠിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവും, ഷോ ദാറ്റ് z സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, zxx plus zyy equal to 0. Laplace equation. Or for any function f, fxx plus function satisfying fxx plus fyy equal to 0. ഇതാണ് നമ്മൾ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചത്. ഷോ ദാറ്റ് എ ഫംഗ്ഷൻ f സാറ്റിസ്ഫൈസ് ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു കണ്ടീഷൻ, ഏതൊരു ഫംഗ്ഷൻ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് വരെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് fxx plus fyy equal to 0. Laplace equation of a function f is fxx plus fyy equal to 0. അതാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ലാപ്ലാസ് ഇക്വേഷൻ ഒന്നും പറഞ്ഞില്ല, ഏതോ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ zxx ആണ്, zxx plus zyy equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്ത് വേണം? ഫസ്റ്റ് zx ആണോ? zx means dou by dou x of z is e raised to x sin y plus e raised to y cos x. with respect to x ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ, അതിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ എന്തായി? സൈൻ വൈ കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ സൈൻ വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇ റേസ് ടു വൈ ഇൻറ്റു കോസ് എക്സ് ആണ്. അവിടെ എന്താവും? ഇ റേസ് ടു വൈ ആയിരിക്കും കോൺസ്റ്റന്റ്. അവിടെ ഇ റേസ് ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റേസ് ടു വൈ സൈൻ എക്സ്. സെഡ് എക്സ് ആണ്. ഇനി ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് തന്നെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് zxx. അപ്പോൾ അടുത്തത് എന്ത് വേണം? zxx. zxx എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് zx അല്ലേ zxx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് zxx. സോറി zx. zxx എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് zx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് zx. എന്താണ് കിട്ടിയത്? നമുക്ക് ഇപ്പം നേരത്തെ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചത് ഇതാണ് കിട്ടിയത്, അത് എഴുതുക. ഇറ്റ് ഈസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റേസ് ടു വൈ സൈൻ എക്സ്. ഈസിയായി ചെയ്യാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇ റേസ് ടു എക്സ് സൈൻ വൈയുടേത് അഗെയിൻ ഇ റേസ് ടു എക്സ് സൈൻ വൈ തന്നെ വരും. മൈനസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സെക്കൻഡ് ടേം ചെയ്ത് ഇ റേസ് ടു വൈ സൈൻ എക്സ് ആണ്. അവിടെ ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് വരും. സൈൻ എക്സിൻ്റെത് കോസ് എക്സ് എന്നുള്ളത് അത് ഓക്കെ. ഇനി എന്താ വേണ്ടത്? സെക്കൻഡ് ടേം നോക്കും. സെക്കൻഡ് ടേം എന്താ? ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് സെഡ് വൈ വൈ ആണത്. സെഡ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഡ് വൈ കാണുക. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് ഇ റേസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇ റേസ് ടു വൈ കോസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ ഏതാ കോൺസ്റ്റന്റ്? എക്സ് ടേം കോൺസ്റ്റന്റ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ കാണുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയിൽ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ വൈ ദാറ്റ് ഈസ് കോസ് വൈ പ്ലസ് സെക്കൻഡ് ടേമിൽ കോസ് എക്സ് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു വൈ ദാറ്റ് ഈസ് ഇ റേസ് ടു വൈ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, അല്ലെങ്കിൽ ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ വൈ. That is equal to e raised to x cos y plus e raised to y cos x. അതുപോലെ zy ഇനി എന്താ കണ്ടത്? zyy എന്ന് പറഞ്ഞാൽ that is ഡോ സ്ക്വയർ, ഇതൊന്ന് എഴുതി വെക്കാം, ഡോ സ്ക്വയർ
z by dou y square equal to z by y, that is dou by dou y of zy ആണ്. That is dou by dou y of zy എന്ന് പറഞ്ഞാൽ e raised to x cos y plus e raised to y cos x. That is equal to first term with respect to y differentiate ചെയ്യണം. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് e raised to x into derivative of cos y is minus sin y വരും plus second term e raised to y cos x with respect to y ആകുമ്പോൾ cos x constant into derivative of e raised to y is e raised to y, that is equal to minus e raised to x sin y plus e raised to y cos x. അപ്പോൾ നമ്മൾ zxx ഉം zyy യും കണ്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? zxxന്റെയും zyyയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? therefore dou square z by, show that എന്നല്ല പറഞ്ഞു, ഇതൊക്കെ കണ്ടുവച്ചു. dou square z by dou x square plus dou square z by dou y square equal to എന്താ dou square z by കിട്ടിയ വാല്യൂസ് നോക്കൂ. ഇതാണ് zxxന്റെ വാല്യൂ, ഇതാണ് zyyയുടെ വാല്യൂ. അപ്പോൾ e raised to x sin y minus e raised to y cos x ആണ് എന്ത്? zxx zyy plus minus e raised to x sin y plus e raised to y cos x. അതിനെ ഞാൻ plus e raised to y cos x minus e raised to x sin y എന്ന് വരും. അപ്പോൾ നോക്കൂ വാല്യൂസ് പ്ലസ് മൈനസ് ടേം വരുന്നില്ല. e raised to y cos x മൈനസ് കൊണ്ട് ഇത് പ്ലസ് e raised to y cos x, ഇത് മൈനസ് e raised to y cos x. അതേപോലെ ഇത് അടുത്ത എന്താ? ഇത് പ്ലസ് e raised to x sin y, ഇത് മൈനസ് e raised to x sin y. ക്യാൻസൽ ചെയ്യും. Therefore that value is equal to 0. Hence proved. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് fxx, fyy, fxy, fyx if f equal to this one. fxx ഒക്കെ കാണണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ fx കാണോ, ആ ഒരു സ്റ്റെപ്പ്. ആദ്യം fx fy കാണാതെ ഇതൊന്നും കാണാൻ പറ്റില്ല. f equal to y square e raised to x plus y ആണ്. fx എന്ത് വരും? ഡയറക്റ്റ് ഇനി എഴുതാൻ ശ്രമിക്കുക. സ്റ്റെപ്സ് fx ഇതിന്റെ ഫസ്റ്റ് ടേമിന് വിത്ത് റെസ്പെക്ട് ടു x y square into e raised to x ആണ്. അപ്പോൾ y square into derivative of e raised to x is e raised to x plus derivative of y with respect to x is 0. The answer is y square e raised to x fx. Then fxx എന്ത് വരും? y square e raised to x. Again y square into y square e raised to x നെ with respect to x derivative ഉണ്ട്. എന്താ? y square constant ആണ്. Therefore y square into e raised to x ന്റെ derivative e raised to x. ഇനി fxx ഉണ്ട്. ഇനി fxy എന്ന് പറഞ്ഞാൽ fx നെ with respect to y, അതായത് ഈ fx നെ with respect to y കണ്ട എന്താ? y square into dou by dou y of fx ആണ്. That is dou by dou y of fx is y square e raised to x. y square e raised to x, e raised to x constant ആണ്. Derivative of y square is 2y. അതുപോലെ എന്താ? fyx കാണാൻ പറയുന്നത്. fyx എന്ന് പറഞ്ഞാൽ എന്താ? fy with respect to x differentiate ചെയ്യുക. That is, for that first of all find fy. fy is dou by dou y of y square e raised to x plus 1. ഇവിടെ എന്താ? x ടേം കോൺസ്റ്റന്റ് ആണ്. സോറി 1 അല്ല, പ്ലസ് y ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ e raised to x കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് y സ്ക്വയർ ഈസ് 2y പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് y ഈസ് 1. That is fy. fy കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? fyy ആണ്. അഗെയിൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. സെയിം വേ 2 e raised to x കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് y ഈസ് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 ഈസ് 0. That is 2 e raised to x. Then fyx is dou by dou x of fy. That is 2 e raised to x y ആണ് fy. So that is equal to, with respect to x ആകുമ്പോൾ 2y constant, e raised to x into derivative e raised to x. Okay. അങ്ങനെയുള്ള മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.